دخل عمر رضي الله تعالى عنه على رسول الله صلى الله عليه وسلم وهو يبكي بكاء شديدا. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മായുബകീക യാ ഉമർ, മായുബകീക യാ ഉമർ, ഉമറേ നിന്നെ കരയിച്ച വസ്തുത എന്താ? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറേ, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിൽ ബാബി ശാബുൻ വഹുവ യബ്കീ ബുകാഅൻ ശദീദാ ഖദ് അഹ്റക ഫുആദി. നബിയേ അവിടുത്തെ സദസ്സിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാഹ്, പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു നബിയേ, പൊട്ടിക്കരയുന്നു നബിയേ. ഖദ് അഹ്റക ഫുആദി. അവന്റെ കണ്ണുനീര് കണ്ടപ്പോ, അവന്റെ അട്ടഹാസം കണ്ടപ്പോ, അവന്റെ ആവലാതി കേട്ടപ്പോ, അവന്റെ നിലവിളി കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി നബിയേ, എന്റെ ഹൃദയം തകർന്നു പോയി. യാ റസൂലല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ഖിൽഹു യാ ഉമർ, അദ്ഖിൽഹു യാ ഉമർ, ഉമറേ ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കടന്നു വരാൻ പറയൂ ഉമറേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ തുടിക്കുന്ന മനസ്സോടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാ. വഹുവ യബ്കീ ബുകാഅൻ ശദീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് പൊട്ടി എങ്ങലടിച്ച് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മായുബകീക യാ ശാബ്, മായുബകീക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, നിന്നെ കരയിച്ച വസ്തുത എന്താണ്? നിന്നെ കരയിച്ച വസ്തുത എന്താണ്? എന്തിനാണ് നീ കരയുന്നത്? ഇത്രത്തോളം പൊട്ടി കരയാനുള്ള കാരണം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അബ്കതനീ ദുനൂബുൻ കസീറാ. നബിയേ ഒരുപാട് പാപമാണ് ഞാൻ ചെയ്തു പോയത്, എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത ഒരുവനാണ് നബിയേ. വഖിഫ്തു മിൻ ജബ്ബാരിൻ അലയ്യാ. ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ. ഞാൻ ചെയ്ത പാപം അത്രത്തോളം വലുതാണ് യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അഖ്ബിർനി അൻ ദൻബിക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, ഏ ബാല്യക്കാരാ, നീ ആ പാപം എന്നോടൊന്ന് പറയോ, ആ പാപം നീ എന്നോടൊന്ന് അറിയിക്കോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ കുഞ്ഞു ഹൃദയം വെമ്പലോടെ പറയുകയാണ്, ഇന്നി അസ്തഹയി യാ റസൂലല്ലാഹ്. ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ആ പാപങ്ങൾ പറയാൻ ലജ്ജിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പ്രശ്നമില്ല. അഖ്ബിർനി, എന്നോട് പറയുക. ഇന്നല്ലാഹ യഗ്ഫിറു ദൻബക മിഥ്ല അസ്സമാവാതി അസ്സബഈൻ വൽ അറാളീന അസ്സബഈൻ വൽ ജിബാല അർറവാസി. ആകാശങ്ങൾ, 7 ആകാശങ്ങളോളം പാപങ്ങളാണോ നിന്റെ വലുത്? ഏറ്റവും വലിയ ആകാശങ്ങളെക്കാൾ വലിയ പാപമാണോ നിന്റെ പാപം? 7 ഭൂമികളെക്കാൾ വലുതാണോ നിന്റെ പാപം? പർവ്വത സാനുക്കളെക്കാൾ വലുതാണോ നിന്റെ പാപം? എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ പാപം ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലാഹു അവത് മാപ്പാക്കി തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അഖ്ബിർനി
അഖ്ബിർനി അൻ ദൻബിക, നിന്റെ പാപമൊന്ന് പറയണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞപ്പോ, ഇല്ല യാ റസൂലല്ലാഹ് ഇന്നി അസ്തഹയി യാ റസൂലല്ലാഹ്, എന്റെ പാപം 7 ആകാശത്തെക്കാൾ വലുതാണ് നബിയേ, 7 ഭൂമികളെക്കാൾ വലുതാണ് നബിയേ, പർവ്വത സാനുക്കളെക്കാൾ വലുതാണ് നബിയേ, അത് അങ്ങയുടെ സവിധത്തിൽ തുറന്നു പറയാൻ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിക്കുകയാണ്, ദംബുക അഅലം അം ഇലാഹുൻ അഅലം, ദംബുക അഅലം അമിൽ കുർസിയോ, ദംബുക അഅലം അമിൽ അർശിയോ, അൽ അർശോ, അർശാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, അർശിനേക്കാൾ എന്റെ പാപം വലുതാണ്. കുർസിയാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് നബിയേ. ദംബുക അഅലം അം ഇലാഹുക, പാപമാണോ വലുത്, അതല്ല നിന്റെ റബ്ബാണോ വലുത്? യഅനി അഫു അല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമാണോ അവന്റെ പശ്ചാത്താപമാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ, എന്റെ റബ്ബിന്റെ ഓശാരമാണ് വലുത്, അവന്റെ പാപമോചനമാണ് വലുത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്, എന്റെ പാപം അത്രത്തോളം വലുതാണ് നബിയേ. ഇന്നി അസ്തഹി യാ റസൂലല്ലാഹ്, ഞാൻ ലജ്ജിക്കുന്നു എന്റെ പാപം അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും വലുതാണ്. അത്രയും വലിയ പാപം നീ ചെയ്തോ, ഇത്രയും വലിയ പാപം നീ ചെയ്തോ. വലിയ പാപം ചെയ്ത സഹാബിയുടെ സംഭവം, അല്ലാത്തൊരു സംഭവം. എന്താണ് അപ്പ ഈ പാപം? ഇത്രയും വലിയ പാപം, ആകാശഭൂമികളെക്കാൾ വലിയ പാപം. അപ്പൊ ഇയാൾക്ക് മാപ്പുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എത്ര വലിയ പാപമാണെങ്കിലും പടച്ച തമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് ചോദിക്കാം. നല്ല മാസം, കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചവരാണ്. ഞാനത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വലിയ പാവം എന്താന്നുള്ളതും അയാൾക്ക് അല്ലാഹ് എങ്ങനെ പശ്ചാത്തലം, അല്ലാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എങ്ങനെ സ്വീകരിച്ചത് വലിയൊരു സംഭവം. കേട്ടോളി, കേൾക്കാതെ പോരുത്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അല്ലാഹ് നമ്മൾ ചെയ്ത പാവം എല്ലാം അല്ലാഹ് മാപ്പാക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സദസ്സിൽ ഒരു 3 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോകട്ടെ. സല്ലല്ലാഹു عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ സലാത്തിനെ നീ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഈ പുണ്യമായ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും ഞങ്ങൾ ചെയ്യുന്ന സദഖകളും ഞങ്ങളുടെ തൗബകളും നീ സ്വീകരിക്കാൻ ഈ സലാത്തിനെ സബബാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ സലാത്തിനെ സബബാക്കുന്നു അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സിനീൻ, ഇന്നി കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു 7 സിനീൻ. നബിയേ, ഞാൻ ഖബർ മാന്തുന്ന ഒരു വ്യക്തിയായിരുന്നു നബിയേ. ഇന്നി കുന്തു റജുലൻ അബ്ബസാ
فأنبش القبور منذ 7 سنين. 7 വർഷമായി കബറുകൾ മാന്തിക്കൊണ്ട് ആ കബറിനകത്ത് വെക്കപ്പെട്ട മൃത ശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഹത്താ മാതത് ജാരിയതും മിൻ ബനാത്തിൽ അൻസാർ. അൻസാരി സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് അവൾ മരിച്ചപ്പോ ഫനബസ്തു ഖബറഹാ, അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഖബർ ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ, ആ ഖബർ ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമളൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് ഗലബ അലയ്യ ശൈത്താൻ, പിശാച് എന്നിലേക്ക് കടന്നു വന്നു നബിയേ. എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫമളൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ്, ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ. എടാ ധിക്കാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? യളഉ കുർസിയഹു ലിൽ മദ്ലൂം, നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഉഖ്റുജു മിന്നീ, ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ
ജബലി, മലഞ്ചരവുകളിലേക്ക്, പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ, നീറുന്ന മനസ്സോടെ, പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ. നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദമ വ ഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്നി, എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം വഇലൈക യർജിഉ സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്, നബിയെ താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്, നബിയേ, നിറകണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ നബിയേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ,
ഖബർമാദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാനാണ്. ഈ റമളാനിൽ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത മാസമാണ്. ഖബർമാദിയായ ചെറുപ്പക്കാരന് പോലും അല്ലാഹു മാപ്പ് ചെയ്തുവെങ്കിൽ ഉടനെ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹാബത്തേ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു മാപ്പ് ചെയ്തു സഹാബത്തേ. വബശറഹു ബിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു നബിയെ. സഹാബത്തേ, അദ്ദേഹത്തെ ഇത് അറിയിക്കണേ സഹാബത്തേ, അറിയിക്കണേ സഹാബത്തേ. പാപങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ. ഏതു വലിയ പാപവും മാപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ 70 ഉമ്മമാരെക്കാൾ നമ്മോട് കരുണയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് നിരാശപ്പെടരുതേ, നിരാശപ്പെടരുതേ. ഖുൽ യാ عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. പാപങ്ങൾ ചെയ്ത് തന്റെ മനസ്സുകൾ തകർന്നു പോയ അടിമകളുണ്ടല്ലോ നബിയേ, അവരോട് പറയണേ, ശങ്കിക്കരുതേ, നിരാശപ്പെടരുതേ, ദുഃഖിക്കരുതേ. ഞാൻ അവരുടെ പാപങ്ങളെ മാപ്പ് ചെയ്യാം, മാപ്പ് ചെയ്യാം. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു. അതാണ് തൗബത്തൻ നസൂഹ. തൗബത്തൻ നസൂഹ. പരിപൂർണമായി നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആരൊരാൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുവോ അവരുടെ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്യുകയും അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയും സ്വർഗത്തിൽ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിന്റെ സോപാനത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നാളെ മഹ്ശറ മൻസബയിൽ നിന്ദ്യതയും നിസാരതയും നിറഞ്ഞു നിൽക്കുമ്പോ ഈ തൗബ ചെയ്ത വ്യക്തികളെ, പശ്ചാത്തപിച്ച വ്യക്തികളെ അല്ലാഹു നാളെ അവന്റെ നൂറ് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തായിബു മിനദ്ദൻബ് കമല്ലാ ദൻബല. പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെ.